ഞാൻ പലരുടെയും സ്വർഗത്തിലെ കട്ടറും പായെന്ന് പോണു ഗൈസ്. വന്ന വഴിക്ക് ക്യാമറ ഉണക്കി വന്നപ്പോൾ ദൈവമേ ക്യാമറ കണ്ടത് എല്ലാവരും നാല് വഴിക്കൊക്കെയാണ് ഓടിപ്പോണത്. അയ്യോ 1-2 പേരല്ല ഗൈസ്, എത്ര എണ്ണത്തിന് എത്ര കപ്പിൾസിനെ ഞാൻ അങ്ങനെ ഓട്ടിച്ചു വിട്ടു. എനിക്ക് ഈ പാവുകനെ എവിടെ കൊണ്ട് കളയും. മച്ചാവരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8-ാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ച ഒരു എല്ലോറ നമുക്കറിയാം, എല്ലോറ കേവ് നമുക്കറിയാം. പക്ഷേ എല്ലോറ അല്ല, എല്ലോറ ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിനെ നമ്മളിവിടെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വെട്ടുവാൻ കോവിൽ എന്നറിയുന്ന മാപ്പിൽ നമ്മൾ വെട്ടുവാൻ കോവിൽ എന്ന് അടിച്ചാൽ കറക്റ്റ് റൂട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ കാണിച്ചിട്ട് കേട്ടോ, വേണ്ട ആ ഒരു ടോപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പോയാലും അറിയാവും. എന്തായാലും അവിടെ പോണ വഴി നമുക്ക് കാണിക്കുന്നതാണ്. നമുക്ക് ഇന്ന് ട്രക്ക് ചെയ്യാനുള്ളത്. വരണ വഴിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. 2 സൈഡും ഫുള്ള് സ്ട്രൈറ്റ് റോഡും, നമുക്ക് 90, 100, 130 സുഖമായിട്ട് വരാം. ഫുൾ സ്ട്രൈറ്റ് റോഡും കിടിലൻ റോഡും, 2 സൈഡും വയലും. ആ കിടിൽ വരുന്നു കേട്ടോ. പക്ഷേ റോഡ് ഞാൻ കൂടുതൽ വീഡിയോയിൽ എന്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് റോഡ് പിന്നെ കൂടുതൽ ഉൾപ്പെടുത്തിയില്ല. പോകുന്ന വഴിക്ക് എന്തായാലും അതായത് അടുത്തൊരു എപ്പിസോഡ് പോലെ നമുക്ക് ഒരു സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര ആവും എന്നറിയത്തില്ല. ഇപ്പോൾ സമയം ഇപ്പം 3 മണി 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെപ്പം കയറി തീരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ കയറിയാണ്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ വഴിയിൽ നമുക്ക് നടന്നുകൊണ്ട് പറയാം. അപ്പോൾ സ്റ്റെപ്പ് വേണ്ട, ഒരു സൈഡിൽ പാർക്ക് പോലെ, ഒരു സൈഡിൽ ഇവിടെയൊക്കെ ഇരിക്കുക എന്നുള്ളവരുണ്ട് കേട്ടോ. കാലിന് ചെറുതായിട്ടൊരു പരിക്ക് പറ്റി, അപ്പോൾ സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ എൻട്രൻസ്. അതുവഴി കയറി ഇങ്ങനെ വേണം കറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ ഒരു ക്ഷേത്രക്കുളവും പിന്നെ നോക്കാം, അവിടെ കണ്ട അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്തോ വരെ അതുണ്ടോ, ഇവിടെ പാറ കെട്ടി എഴുപ്പെട്ടാണ് വയ്യാട്ടാ കയറാൻ. മുണ്ടുവണ്ടിയാണ് കയറുന്നത്. 2 വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇതുവഴി കയറി അങ്ങോട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് കയറ്റമുള്ളത്, നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ ജെയിൻ ദർശനം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അയ്യോ കാല് കുറച്ച് നമ്മൾ നേരത്തെ ഒരു ട്രക്കിങ്ങിന് പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ട് കാലൊന്ന് തട്ടിയതാണ്. നല്ല സീൻ കേട്ടാ. പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ കയറിയിട്ടേ പോവുള്ളൂ. ഭയങ്കരം നമ്മൾ കയറിയിരിക്കും. പിന്നെ പോകുന്ന വഴിയിലൊക്കെ സ്റ്റെപ്പുകളിലൊക്കെ ഇവിടെയുള്ള ഇടകളിലൊക്കെ കപ്പിൾസിൻ്റെ ശല്യമുണ്ട്. എന്ത് ചെയ്യേ, ഇവിടെ ഇതൊരു ജെയിൻ ടെമ്പിളാണ്. അപ്പോൾ ഇനി ഏത് വഴിയാന്തോ മുകളിലോട്ടൊക്കെ വഴിയുണ്ട്. ആരെയുണ്ട് ജെയിൻ ടെമ്പിൾ ലെഫ്റ്റ് നിന്നാണ് നടത്തിക്കുന്നത്. ജെയിൻ ടെമ്പിൾ ഒരു ടെമ്പിൾ ഇതാണ്ടില്ലേ, അതാണ് ടെമ്പിൾ. വരുമ്പോൾ മറന്നില്ലെങ്കിൽ കാണാം. ഇങ്ങോട്ടാണ് ഹൈറ്റ് കൂടുതൽ കേട്ടാ. അപ്പം അങ്ങോട്ട് പോവാം. ഇതെന്താ ഹൈറ്റ് കൂടിയെടുത്ത് പോകാൻ ഒരു തോന്നണം. ഓക്കെ നേരത്തെ കുളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ മുള്ളാരുണ്ട്. ഈ മരം മറിഞ്ഞ് വീണതാണ് കേട്ടോ. ഇതൊക്കെ വണ്ടിയിൽ വെച്ച് അങ്ങോട്ടൊരു വഴി കിടക്കാം. നോക്കാം ജെയിൻ ദർശൻ ഇങ്ങോട്ട്, നമുക്ക് ഇങ്ങോട്ടൊരു വഴി കിടക്കാം. ചുമ്മാ നോക്കി നോക്കാം. പറഞ്ഞിടയിൽ ഇങ്ങനെ ഒരു സ്കൂട്ടറൊക്കെ വിളി. ഓക്കെ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല സ്ഥലം. ഇവിടെയും വേലിയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. ബാൽക്കണി പോലത്തെ ഒരു ഇതാണ്. ഞാൻ മുകളിൽ കയറ്റിയിട്ട് മുകളിലെത്തിയിട്ട് 360 വ്യൂ കാണിച്ചു തരാം. ഇപ്പം കണ്ട നോക്കുകയാണ് ഫുള്ള് മൊത്തം കാറ്റാടിയും അതേമില്ല, ഫുള്ള് കാറ്റാടിയും വയലും. മാസ് സൂപ്പർ. ഇതുവഴി വേണം തിരിച്ചു പോകാം കേട്ടോ. ഒരു നല്ല കാറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. എന്നാൽ പക്ഷേ എന്തെന്ന് പറയാൻ പറ്റും, നമുക്ക് ഇടയ്ക്ക് മഴക്കാർ പോലെ ഒരു ഇതുണ്ടെങ്കിലും ഇടയ്ക്ക് വരും പോവും അങ്ങനെ. പക്ഷേ അതുകൊണ്ട് വെയിലിൻ്റെ ഒരു ഇതില്ല. കുറച്ച് വെള്ളമൊക്കെ പാറ കെട്ടിക്കിടക്കുന്നുണ്ട്. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അത് ആഴമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
അളക്കാനൊന്നും വയ്യ, ഇങ്ങനെയുള്ളൊരു പാറയാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ പാറയുടെ സ്ട്രക്ചർ ഉണ്ടാ, രണ്ടിൻ്റെ ഇടയിലൊരു പാറ ഇങ്ങനെ വന്നിരിക്കുന്നു. അയ്യോ സാരമല്ലോ. ഈ പാറയുടെ കളർ വെറൈറ്റി ഉണ്ട് കേട്ടോ. ബ്ലാക്കല്ല, ഒരു ഇവിടെ തമിഴ്നാട്ടിൽ ഓരോ പാറയ്ക്കും ഓരോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഓരോ മലയ്ക്കും കോമൺ ആയിട്ട് ഒരു ബ്ലാക്ക് അല്ല, ഒരുമാതിരി വേറൊരു വെറൈറ്റി, ഒരു ഗ്രാനൈറ്റ് എന്ന് പറയാൻ കട്ടി കുറവാണോ, ഒരു ചെളി കളറിൻ്റെ അങ്ങനത്തെ ഒരു പാറ. നമുക്കിനി അങ്ങോട്ട് മുകളിലോട്ട് കയറി നോക്കാം. മുകളിലോട്ട് കയറിയിട്ട് ബാക്കി നോക്കാം ഇങ്ങനെ ഒരു വ്യൂ എന്നൊക്കെ നോക്കാം. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ സൂപ്പറായി, നല്ല കാറ്റുണ്ട് കേട്ടോ, സൂപ്പർ കാറ്റായിട്ടുണ്ട്. ഞാൻ പലരുടെയും സ്വർഗത്തിലെ കട്ടറും പായന്ന് പോകണു ഗൈസ്. വന്ന വഴിക്ക് ക്യാമറ ഉണക്കി വന്നപ്പോൾ ദൈവമേ, ക്യാമറ കണ്ടത് എല്ലാവരും നാല് വഴിക്കൊക്കെയാണ് ഓടിപ്പോണത്. അയ്യോ 1-2 പേരല്ല ഗൈസ്, എത്ര എണ്ണത്തിന് എത്ര കപ്പിൾസിനെ ഞാൻ അങ്ങനെ ഓട്ടിച്ചു വിട്ടു. എനിക്ക് വയ്യ, ഈ പാവുകനെ എവിടെ കൊണ്ട് കളയും, എനിക്ക് വയ്യ. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരെയായിരുന്നു. അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് എണീറ്റൊക്കെ ഓടിപ്പോണ്. അയ്യോ കോമഡി തന്നെ. ഞാൻ പിന്നെ ഒരു മനിയായിട്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തില്ല. ആ സമയത്ത് ഗോപ്രോ ഷട്ട് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് എന്തായാലും നോക്കുകയാണെങ്കിൽ അച്ഛന്മാരെ സൂപ്പർ വ്യൂ എന്ന് പറയാം. സൂപ്പർ വ്യൂ നോക്കിയാൽ എൻ്റെ പൊന്നു, റൺവേ പോലെ റോഡ് കിടക്കുന്നത് നോക്ക്. മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയർ പോലെ ആയിട്ട് റോഡ്, പുത്തൻ റോഡ്, ഫുള്ള് വയൽ. അവിടെയൊക്കെ തെങ്ങ്, കുളം. എൻ്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് കാറ്റാടി. എവിടെ ആ സൈഡിലൊക്കെ കാറ്റാടി ഉണ്ട് കേട്ടോ, ആ സൈഡിലൊക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടൊന്നും കാറ്റാടിയില്ല, പക്ഷെ ഫുള്ള്. ഓ മോനെ, എടാ മോനെ നോക്ക്, എൻ്റെ പൊന്നു നല്ല കാറ്റും കിട്ടും. ഫുള്ള് വയൽ പച്ചപ്പാറ്റ് കിടക്കുന്നത്. എൻ്റെ പൊന്നു, ഓ ഇത്ര സ്ഥലത്തപ്പോൾ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഓ ഇവിടെ ലൈറ്റ് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ റോഡിൽ പോകുമ്പോൾ അവിടെ ലൈറ്റ് എത്തും. അപ്പോൾ മറ്റേ മുരുകൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പുമില്ലെന്ന് അമ്പുമില്ലല്ലോ, മറ്റേ ശൂലം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അതാണെന്ന് തോന്നാണ് എനിക്ക്. ബാക്ക് മാത്രമേ കാണാവൂ. പിന്നെ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തമിഴ് നഹീമാലും, തമിഴ് എനിക്ക് അറിയത്തില്ല. അയ്യോ പക്ഷെ ഹിന്ദി ആയിപ്പോലെ. അതൊക്കെ തന്നെ മനസ്സിലായില്ലേ, അത് തന്നെ. മുമ്പ് കിട്ടാൻ കാറ്റേട്ടാ കൊള്ളാം. ഞാൻ ഈ ക്ഷേത്രത്തെ പറ്റി 8ാമത്തെ നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. പണി കഴിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല, പണി കഴിപ്പിച്ച് തീർത്തില്ല. പുള്ളി പാതി വഴി വെച്ച് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. കാരണം ഇതല്ല, അതിനാ താഴെ കാണിച്ചു. ഇവിടെ 3 ക്ഷേത്രമുണ്ട് കേട്ടോ. ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്ന 2 പിന്നെ ഒന്ന് നമ്മുടെ വെട്ടുവാൻ കോവിൽ മെയിൻ ടെമ്പിൾ. അതാണ് ഒറ്റ കല്ലിൽ ഉള്ള എല്ലോറ ഗുഹ പോലെ ചെയ്തെടുത്ത ഒരു സാധനമാണത്. അതാണ് പൊളി സാധനം. പക്ഷെ അത് പണി തീർത്തില്ല. അതിൻ്റെ ടോപ്പിൽ നിന്നാണ് പണി തുടങ്ങുന്നത്. ഒറ്റ കല്ലിൽ ഇങ്ങനെ കൊത്തി പക്ഷേ അവരെ ഇവിടുത്തെ 360 വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ സെറ്റ് നല്ല കാറ്റുണ്ട്, കൂടുതലും വ്യൂ ഒക്കെ തന്നെയാണ്. ഒരു ഏണിയൊക്കെ വെച്ചിങ്ങനെ കയറി പോകണമെന്തോ, വേറെ അത് വല്ലതും മാറ്റാൻ വേണ്ടിയിരിക്കും. ഞാൻ കയറില്ല. ഇനി വേറെ അവനെയും കണ്ടുകൊണ്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് അടി വാങ്ങിച്ചു പിടിക്കാനൊന്നും വയ്യ. ഇതിൻ്റെ ഫ്രണ്ട് തപ്പി പോവുകയാണ് കേട്ടോ. കാലൊക്കെ വയ്യ, ഒരു ഇടികിട്ടിപ്പോയി. ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടാ. പക്ഷേ എൻ്റെ അകത്ത് പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ടെമ്പിളാണ് കേട്ടോ. എന്തോ ഒരു വിഗ്രഹം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഓ നോക്കിയേ എടാ, നമ്മൾ വന്ന വഴിയൊക്കെയാണെന്ന് നോക്ക്. ഓ പാറ, ഓ സെറ്റ് വീട് അടുത്തടുത്ത്. ഇവിടെ ഫുള്ള് ഒരു കോളനി പോലെ കുറേ വീടുകൾ കേട്ടോ, അടുപ്പിച്ച്. പക്ഷെ അവിടെ മൊത്തം വയൽ. അവിടെ വീടുകൾ അവിടെ കുറച്ചുണ്ട്. അങ്ങോട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് വീട്. ഇവിടുത്തെ പ്രത്യേകത വീടുള്ള സ്ഥലത്ത് അത്ര ഏരിയ കോളനി പോലെ വീട്, പിന്നെ അങ്ങോട്ട് ഫുള്ള് വയലാണ്. അവിടെ അത്ര ഏരിയ വയൽ. ഓക്കെ. ഓ ഇവിടുത്തെ 360 വ്യൂസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. കാരണം എനിക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെട്ടുവാൻ കോലം, അവിടെയാണ് ഹൈലൈറ്റ്. ഞാൻ പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹൈറ്റിൽ തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയും കാണിക്കും. ഇവിടുത്തെ ഒരു 360 വ്യൂ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വെട്ടുവാൻ കോലും ശരിക്കുള്ള വെട്ടുവാൻ കോലം ആയിട്ടില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവിടെ നമ്മൾ ഒറ്റക്കല്ലിൽ തീർത്ത് എല്ലോറ കേവ് നമ്മൾ കാണാൻ പോവുകയാണ്. എല്ലോറ ഓഫ് സൗത്ത് അത് നമ്മൾ പൊളിക്കും. ജാഗ്രത ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ജെയിൻ ടെമ്പിൾ കഴിഞ്ഞ് ഫസ്റ്റ് മെയിൻ സ്പോട്ട് അവിടെയാണ്. അവിടെ എത്താൻ ട്രൈ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ കയറി പാറകൊണ്ടൊക്കെ കയറുന്ന ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. വളരെ കുഴപ്പമൊന്നുമില്ല, സേഫാണ്, അതൊന്നും പറയുന്നില്ല. പക്ഷേ വയ്യ, കയറാൻ വയ്യ. ഇപ്പം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഓ
സീന്. ഇതിൽ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അതേപോലെ അപ്പോൾ നമ്മൾ വെട്ടുവം കോവിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, ഇവിടുന്ന് മൊത്തം കണ്ടോ, ഇത്രയും മല, ഓരോരോ കല്ല് അവിടെ ഇവിടെ ആയിട്ട് വച്ച രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടിലം നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഇപ്പം കുറച്ച് വെയിലായതാണ്, നേരത്തെ ഒന്നും ഇത്രയും വെയിലായിരുന്നു. സ്റ്റെപ്പൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില്ല, വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മളപ്പോൾ അതാ തുടങ്ങിയാണ്. കാലെടുത്ത് വെച്ചു, നമുക്ക് കാലൊന്നും മടങ്ങിയതാ, പേടിക്കണ്ട. കണ്ടോ, തമിഴിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്. വില്ലേജ് ആൻഷ്യൻ പെരിനേക്കുറം, നെയിം ഓഫ് ദി ഹിൽ, ആരേമല ടെറിട്ടോറിയൽ ഡിവിഷൻ, അങ്ങനത്തെ കുറേ കിങ്സ് മെൻഷൻ ഇൻസ്. പാണ്ഡ്യ മരഞ്ചടയനാണ് ഇത് ചെയ്തത് കേട്ടാ. ഇത് ആ പേരാണ്, സോറി, ഇതാണ് ഞാൻ പറഞ്ഞ പേര് കേട്ടോ. പാണ്ഡ്യ മരഞ്ചടയനാണ് ഇത് പണി തുടങ്ങിയത്. പക്ഷെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങേർക്ക് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പൂർത്തിയാക്കിയില്ല ഇല്ലേ, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. മോനെ ഇത് പൂർത്തിയായല്ല, ഇത്ര അല്ലേ, അവസാനം ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാണ്, നിങ്ങളതിനൊന്ന് കണ്ടു നോക്കിയാണ്. ഇത് വീഡിയോയിൽ എത്രത്തോളം കുഴിവുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 30 അടി 25 അടി കൂടുതൽ എന്തെങ്കിലും താഴ്വ ഇരിക്കണം. ഒറ്റ കല്ല് നോക്കുക, അത്രയും ചെറിയ ഡിസൈൻ വരെ കൊത്തിയെടുത്തെങ്കിൽ സമയത്ത് നിങ്ങൾ നോക്കി, ഒറ്റ പാറയിലാണ് അത്രയും കൊത്തിയെടുക്കും. ശരിയാ, പണി തീർന്നിട്ടില്ല കേട്ടോ, അവിടെയൊന്നും തീർന്നിട്ടില്ല. പക്ഷെ ഇത്രയും ഭാഗം തീർന്നിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ആ കുത്തു പണിയൊക്കെ നോക്കിയാണ്. ആ വിഗ്രഹങ്ങൾ ഓരോരോ ഒന്നൊരു പാച്ച് വർക്ക് ഇത് രണ്ടാമത് ചെയ്തതല്ല, സമ്മതിക്കണം കേട്ടോ അന്നത്തെ. പക്ഷേ അത് പൂർത്തിയാക്കുന്നത് ഇത് സെറ്റ് സാധനമായിരുന്നു. തറയിലുള്ള ഇൻ്റർലോക്കും അത് രണ്ടാമത് ചെയ്തിരിക്കും. ആ പാറ നിങ്ങൾ നോക്കിയാണ്, എൻ്റെ മോനെ അപ്പോൾ നോക്കിയേ, സൂപ്പറല്ലേ. ഞാൻ എന്തായാലും ഇതുവഴി താഴെ ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. താഴെ ഇറങ്ങിയിട്ട് ആ വ്യൂ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ പിന്നെ ഫുള്ള് വീഡിയോയും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അവിടെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അവിടെയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല സൈഡ്. പിന്നെ ഇവിടെ ഇത്ര കംപ്ലീറ്റ് ഉള്ളൂ, അങ്ങോട്ടൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഫ്രണ്ടൊക്കെ അകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പൂച്ചയുള്ള ദിവസം എന്തോ പൂജയ്ക്ക് വേണ്ടി പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ദിവസം മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കത് ഇങ്ങോട്ടൊക്കെ ഇവിടുത്തെ ഫുൾ ചുറ്റി കാണിച്ചുള്ള വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നോക്കാം കേട്ടോ. ശരി, കണ്ട ആ ഒരു വ്യൂ ഉണ്ടോ, ഇതാണ് ആ കുഴി കേട്ടോ. ഉണ്ടോ, പാറ ഫുള്ള് ഇങ്ങനെ തുരന്നിട്ട് കൊത്തി എടുത്തിരുന്നു ഒറ്റ പാറയിൽ. ഭയങ്കര രസമുണ്ട്. അകത്ത് കൂടെ കയറാൻ പറ്റിയ സെറ്റായിരുന്നു. പക്ഷേ സൂപ്പർ. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ സൂപ്പർ സെറ്റ്. ആ ഒരു പെർഫെക്ഷൻ ഉണ്ടോ പണ്ടത്തെ ആ ഒരു ഇത്, സൂപ്പർ, സമ്മതിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് കയറുകയാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെയൊക്കെ കുറച്ച് നേരം ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തായാലും മുകളിൽ കയറി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പോകാം. ചേര കണ്ട, ഇവിടെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന ഒരു ഇതാണ് കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളെ നയിക്കുന്നതും. പശുവിനെ ഇതുപോലെ കൊണ്ടുപോകും. ഇവിടെ ഈ പാടാണ്, ഇങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും മലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് പോകാൻ. പച്ചാമര, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ കിടില ഇതുപോലുള്ള വീഡിയോസൊക്കെ വരും. നല്ല കിടില റോഡ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ ഓക്കെ, ബൈ.